ഗുഡ് മോർണിംഗ്. ഞാൻ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പോളിമറൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സിനെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ഒരു മെത്തേഡ്സിനെ കുറിച്ച് നോക്കാം. ബൾക്ക് ഓർ മാസ് പോളിമറൈസേഷൻ. ബൾക്ക് ഓർ മാസ് പോളിമറൈസേഷൻ ടെക്നിക്ക് ഈസ് സിമ്പിൾ ആൻഡ് പോളിമറൈസേഷൻ ഒബ്റ്റെയിൻഡ് ബൈ ദിസ് ടെക്നിക്ക് ഈസ് ഓഫ് ഹൈ പ്യൂരിറ്റി. ഇൻ ദിസ് പോളിമറൈസേഷൻ ഓൺലി ദ മോണോമർ ആൻഡ് ഇനിഷ്യേറ്റർ ആർ ഇൻവോൾവ്. എന്ന് വെച്ചാൽ ബൾക്ക് അല്ലെങ്കിൽ മാസ് പോളിമറൈസേഷൻ ടെക്നിക്ക് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. The polymerization obtained by this technique is of high purity. ഈ പോളിമറൈസേഷൻ വഴി ലഭിക്കുന്ന പോളിമറിന് ഹൈലി പ്യുവർ ആയിരിക്കും. ഈ പോളിമറൈസേഷനിൽ മോണോമറും ഇനിഷ്യേറ്ററും മാത്രമായിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ദ മോണോമർ ടേക്കൺ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് എ വെരി സ്മോൾ എമൗണ്ട് ഇനിഷ്യേറ്റർ ഈസ് ഇൻവോൾവ് ഇൻ ദ മോണോമർ സോ ആസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹോമോജനസ് ഫേസ്. എന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ മോണോമറിനെ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം ആ സ്മോൾ എമൗണ്ട് ഇനിഷ്യേറ്റർ അതിലേക്ക് ഡിസോൾവ് ചെയ്യിക്കുന്നു. അതിനുശേഷം ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഫേസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. The initiation of the polymerization is affected by either heating or exposing to radiation, and the reaction is exothermic, and as it proceeds the reaction mixture becomes viscous, resulting in the polymer molecules of a wide range of molecular mass. എന്ന് വെച്ചാൽ ഈ പോളിമറൈസേഷന് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ റേഡിയേഷനിലേക്ക് എക്സ്പോസ് ചെയ്യാം. ആ റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കും. ആൻഡ് ഇത് റിയാക്ഷൻ പുരോഗമിക്കുമ്പോൾ ഇത് റിയാക്ഷൻ മിക്സ്ചർ കൂടുതൽ വിസ്കസ് ആവും. ഹീറ്റ് ലിബറേറ്റഡ് ഈസ് ഡിസിപ്പേറ്റഡ് ബൈ constantly stirring the mixture. However, as the reaction proceeds, the stirring becomes difficult as the product more and more viscous. ഈ റിയാക്ഷനിൽ ഉണ്ടാകുന്ന ഹീറ്റ് അത് നമുക്ക് കുറയ്ക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മിക്സറിൽ സ്റ്റീർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഹീറ്റ് ലിബറേറ്റ് ചെയ്തതിനെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഇത് റിയാക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രോഡക്റ്റ് കൂടുതൽ വിസ്കസ് ആവും. അതുവഴി ഇതിനെ സ്റ്റീർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. The polymer obtained is highly pure because it is minimum contaminated, and the product can be easily isolated and can be used directly for molding purposes. The technique is used in making polystyrene, polymethyl methacrylate, PVC. Uncontrolled temperature rise may lead to the decoloration, thermal degradation, branching, or cross-linking. ഇതിപ്പോൾ ഈ ബൾക്ക് പോളിമറൈസേഷൻ വഴി ലഭിക്കുന്ന പോളിമർ ഹൈലി പ്യുവർ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മിനിമം കണ്ടാമിനേറ്റഡ് ആയിരിക്കത്തുള്ളൂ. പ്രോഡക്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാം. അവ നമുക്ക് മൗൾഡിങ് പർപ്പസിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ബൾക്ക് പോളിമറൈസേഷൻ ഉപയോഗിക്കുന്നത് പോളിസ്റ്റൈറീൻ, പോളിമീഥൈൽ മെത്താക്രൈലേറ്റ്, PVC എന്നീ പോളിമേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റൈസ് ഒന്നെങ്കിൽ ഡീകളറേഷൻ, അല്ലെങ്കിൽ തെർമൽ ഡീഗ്രഡേഷൻ, ബ്രാഞ്ചിങ് ഓർ ക്രോസ് ലിങ്കിങ് എന്നീ കാര്യങ്ങളിലേക്ക് കിടക്കും. അഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് പോളിമറൈസേഷൻ: the use of simple equipment, the minimum contamination, straight forward recovery of the polymer. 3 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ആദ്യതെന്ന് പറഞ്ഞാൽ അവിടെ ഈ ബൾക്ക് പോളിമറൈസേഷനിൽ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള എക്യുപ്മെൻ്റാണ്. പിന്നെ അവിടെ കണ്ടാമിനേഷൻ വളരെയധികം കുറവാണ്, അത് മിനിമം കണ്ടാമിനേഷനാണ്. പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റിക്കവറി ഓഫ് ദ പോളിമർ. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് പോളിമറൈസേഷൻ: the difficult temperature control in the mass with high viscosity which may lead to the formation of a non-uniform product. എന്ന് വെച്ചാൽ ഈ ഹൈ വിസ്കോസിറ്റി മാസിലുള്ള ടെമ്പറേച്ചർ കൺട്രോളും വളരെയധികം ഡിഫിക്കൽട്ടാണ്. ഇതിന് ഫലമായിട്ട് നോൺ യൂണിഫോം ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. As the medium gets viscous, the diffusibility of the polymer chain becomes restricted and the probability of the chain collision becomes less. എന്നുവെച്ചാൽ the medium കൂടുതൽ വിസ്കസ് ആകുമ്പോൾ ഇത് പോളിമർ ചെയിനിൻ്റെ ഡിഫ്യൂസിബിലിറ്റി കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആകും. അങ്ങനെ ഈ ചെയിൻ കൊളീഷൻ്റെ പ്രോബബിലിറ്റി കുറയും. The termination becomes difficult and active radical sites accumulate, and the rate of the polymerization increases enormously. The phenomenon is known as auto acceleration. If the exothermic reaction is not controlled properly, the explosion may cause. എന്നുവെച്ചാൽ the termination വളരെയധികം ഡിഫിക്കൽട്ടാണ്. ആക്റ്റീവ് റാഡിക്കൽ സൈറ്റുകൾ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതുവഴി പോളിമറൈസേഷൻ്റെ റേറ്റ് ഇനോർമസ് ആയിട്ട് കൂടുന്നു.
ഇപ്പോൾ ഈ ഇനോർമസ് ആയിട്ട് കൂടുന്ന ഈ പോളിമറൈസേഷൻ റേറ്റ് കൂടുന്ന ആ ഫിനോമിന അറിയപ്പെടുന്നത് ഓട്ടോ ആക്സിലറേഷൻ എന്നാണ്. ഇത് എക്സോതെർമിക് റിയാക്ഷനെ നമ്മൾ പ്രോപ്പർലി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് എക്സ്പ്ലോഷന് കാരണമാകും. അതാണ് അടുത്തതായിട്ട് വരുന്നത് സൊല്യൂഷൻ പോളിമറൈസേഷനാണ്. രണ്ടാമത്തെ മെത്തേഡാണ്. ഇൻ സൊല്യൂഷൻ പോളിമറൈസേഷനിൽ ദ മോണോമർ catalyst initiator admixtures are dissolved in the liquid solvent selected and the solution is heated in the reactors with stir under constant agitation. എന്ന് വെച്ചാൽ സൊല്യൂഷൻ പോളിമറൈസേഷനിൽ മോണോമർ കാറ്റലിസ്റ്റ് ഇനിഷ്യേറ്റർ അതർ അഡ്മിക്സ്റ്റേഴ്സ് അവ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലിക്വിഡ് സോൾവെൻറ്റിൽ ലയിക്കുന്നു. ആ സൊല്യൂഷൻ എന്ന ഈ റിയാക്ടേഴ്സിൽ ഹീറ്റ് ചെയ്യുന്നു കോൺസ്റ്റൻറ്റ് സ്റ്റിയറിങ്ങോട് കൂടി. ദി ഹീറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാക്ഷൻ സോൺ ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് കൺട്രോൾഡ് ബൈ മീൻസ് ഓഫ് കോയിൽ or water jacket which makes the thermal regime of the process much better than bulk of polymerization. In solution polymerization, the medium chosen is an inert solvent in which both the monomer and the polymer dissolves, or in which monomer dissolves and the polymer precipitate. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ റിയാക്ഷൻ സോണിൽ നിന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നു. അതുവഴി ടെമ്പറേച്ചറിനെ നമുക്ക് കോയിലോ അല്ലെങ്കിൽ വാട്ടർ ജാക്കറ്റ് ഉപയോഗിച്ച് ബൈ മീൻസ് കൺട്രോൾ ചെയ്യാൻ ടെമ്പറേച്ചറിനെ. അതുവഴി ഈ ബൾക്ക് പോളിമറൈസേഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള തെർമൽ റെജീം ഓഫ് ദ പ്രോസസ്സ് ബെറ്റർ ആയിരിക്കും സൊല്യൂഷൻ പോളിമറൈസേഷനിൽ. ഇൻ സൊല്യൂഷൻ പോളിമറൈസേഷനിൽ ദ മീഡിയം ചൂസൺ ഈസ് ആൻ ഇനേർട്ട് സോൾവെൻറ്റ് ഇൻ വിച്ച് ബോത്ത് മോണോമർ ആൻഡ് പോളിമർ ഡിസോൾവ്സ് ഓർ ഇൻ വിച്ച് മോണോമർ ഡിസോൾവ്സ് ആൻഡ് ദ പോളിമർ പ്രസിപിറ്റേറ്റ്. ഒന്നെങ്കിൽ നമ്മൾ ചൂസൺ ചെയ്യുന്ന ഇനേർട്ട് സോൾവെൻറ്റിൽ മോണോമറും പോളിമറും ഡിസോൾവ് ചെയ്യുന്നു, അല്ല എങ്കിൽ മോണോമർ ഡിസോൾവ് ചെയ്ത് പോളിമർ മാത്രം പ്രസിപിറ്റേറ്റ് ചെയ്യുന്നു. The free radical initiator is dissolved in the solvent and the solution heated in the reaction vessel is constant agitation. The solvent used will reduce the viscosity of the reaction mixture, hence a better heat transfer can be achieved. എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽ ഇനിഷ്യേറ്ററിനെ നമ്മൾ സോൾവെൻറ്റിൽ ലയിപ്പിക്കുന്നു, സൊല്യൂഷൻ നമ്മൾ റിയാക്ഷൻ വെസൽ വെച്ച് ഹീറ്റ് ചെയ്യുന്നു. സൊല്യൂഷൻ യൂസ്ഡ് വിൽ റെഡ്യൂസ് ദ വിസ്കോസിറ്റി ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ. എന്ന് വെച്ചാൽ ഈ നമ്മൾ ഉപയോഗിച്ച സോൾവെൻറ്റ് ഈ റിയാക്ഷൻ മിക്സ്ചറിൻ്റെ വിസ്കോസിറ്റി ഒക്കെ കുറയ്ക്കുന്നു. അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് അച്ചീവ് ചെയ്യാം. ദ പ്രസിപിറ്റേറ്റ് ഇൻ ദ ഫോം ഓഫ് ഫൈൻലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് ഈസ് ഫിൽറ്റേർഡ് ഓഫ് വാഷ്ഡ് ആൻഡ് ഡ്രൈഡ്. എന്ന് വെച്ചാൽ നമുക്ക് അവസാനം ലഭിക്കുന്ന ആ പ്രസിപിറ്റേറ്റ് അത് ഫൈൻലി ഡിവൈഡഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അത് നമുക്ക് ഫിൽറ്റർ ചെയ്യണം, അതിനുശേഷം വാഷ് ചെയ്യണം, അതിനുശേഷം ഡ്രൈ ചെയ്യണം. And the polymer obtained in this way are more uniform in structure but usually have slow molecular weight than those made by method, because the chain growth is quickly terminated as a result of the influence of the solvent of polyacrylonitrile and polyisobutylene are obtained by this technique. The advantages of solution polymerization advantages രണ്ടെണ്ണമാണ്. The technique can be used where the polymer is employed in this solution form, as in the case of certain adhesives and coating composition, and it is also useful in the system where the polymer formed is insoluble in its monomers or solvent and the precipitate out as slurry. ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ the polymer സൊല്യൂഷൻ ഫോമിൽ എംപ്ലോയ് ചെയ്തിരിക്കണം, ആസ് ഇൻ ദ കേസ് ഓഫ് സർട്ടൺ അഡിസീവ്സ് ആൻഡ് കോട്ടിംഗ് കോമ്പോസിഷൻസ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ സിസ്റ്റം. ഈ സിസ്റ്റം ഇത് യൂസ്ഫുൾ ആയിരിക്കുന്ന സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ദ മോണോമർ അല്ലെങ്കിൽ പോളിമർ ഉണ്ടായത് മോണോമർ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ ഇൻസോൾബിൾ ആയിരിക്കണം, ആൻഡ് അത് പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത് സ്ലറി ആയിട്ടായിരിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സൊല്യൂഷൻ പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ ലോ ആവറേജ് മോളിക്കുലാർ വെയിറ്റ് പോളിമർ ഈസ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ഹൈ മോളിക്കുലാർ മാസ് polymer are not obtained. The polymer is always contaminated and inert solvent used. The polymer formed will not be pure and has to be isolated by the chemical technique, and diffusibility arises if the solvent acts as a chain transfer agent. The polymer formed is always isolated from the solution either by evaporation of the solvent or by the precipitation in a non-solvent. The removal of the final traces is always extremely difficult. എന്ന് വെച്ചാൽ ഈ സൊല്യൂഷൻ പോളിമറൈസേഷൻ ഫലമായിട്ടുണ്ടാകുന്ന പോളിമറിന് ഹൈ മോളിക്കുലാർ മാസ് ഉള്ള പോളിമർ നമുക്ക് ലഭിക്കുകയില്ല. ലോ മോളിക്കുലാർ മാസ് ഉള്ള പോളിമർ മാത്രമേ സൊല്യൂഷൻ പോളിമറൈസേഷൻ ഫലമായിട്ടുണ്ടാകത്തുള്ളൂ. ഇത് പോളിമറൈസേഷൻ കണ്ടാമിനേറ്റഡ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇനേർട്ട് സോൾവെൻറ്റിനാൽ
കണ്ടാമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പോളിമർ ഉണ്ടാകുന്നത് പ്യൂർ ആയിരിക്കില്ല. അത് പോളിമറിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. കെമിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് പോളിമറിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. ഇപ്പം സോൾവെൻറ്റ് ഒരു ചെയിൻ ട്രാൻസ്ഫർ ഏജൻ്റായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടീസ് അറൈസ് ചെയ്യും. പോളിമർ ഉണ്ടായതിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സോൾവെൻറ്റിൻ്റെ ഇവാപറേഷൻ വഴി, അല്ലെങ്കിൽ നോൺ സോൾവെൻറ്റിലെ പ്രസിപ്പിറ്റേഷൻ വഴി. അതെന്ന് വെച്ചാൽ ആ ഫൈനലായിട്ടുള്ള ട്രേസിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു.